എക്സീമ വരുന്നത് സാധാരണ ഒരു അലർജിക് ടെൻഡൻസി ഉള്ള ആൾക്കാർക്കാണ്. ഇപ്പോൾ സ്കിൻ എക്സീമ പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശരീരത്തിൽ ചൊറിച്ചിൽ, ഡ്രൈനെസ്, അതിൻ്റെ കൂടെ ചെറിയ ചെറിയ കുരുക്കൾ വരിക. കുട്ടികളിലും മുതിർന്നവരിലും എല്ലാം ഈ എക്സീമ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയും. ഒന്ന് അലർജൻസ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള പൊടികൾ, അതുപോലെ പോളൻ, വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെറ്റ്സിൻ്റെ ഡാൻഡ്, ആനിമൽ ഡാൻഡ്, ഇതൊരു കാരണമാണ്. വേറെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, പ്രത്യേകിച്ച് എക്സ്ട്രീംസ് ഓഫ് ക്ലൈമറ്റ്, ടെമ്പറേച്ചർ, അതുപോലെ ഡ്രൈ സ്കിൻ വരാനായിട്ട് ഹ്യൂമിഡിറ്റി കുറവുള്ള സ്ഥലങ്ങളിൽ. അതിൻ്റെ കൂടെ സ്ട്രെസ്സും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സ്ട്രെസ്സ് വരുന്നത് കാരണം ഈ സ്കിൻ ഇൻഫെക്ഷൻസ് ഫ്ലെയർ അപ്പ് ചെയ്യാനും ഇൻഫ്ലമേഷൻ വരാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഹാർഷ് കെമിക്കൽസ്, സോപ്സ്, ഡിറ്റർജൻസ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പം സ്കിൻ ഡ്രൈ ആവുന്നു. അപ്പം നമ്മളുടെ ഓൾറെഡി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആ ബാരിയർ പിന്നെയും കോംപ്രമൈസ് ആവുന്നു. അതിൻ്റെ കൂടെ ഡ്രൈനെസ് കൂടിയിട്ട് ചൊറിച്ചിലും, അങ്ങനെ ഒരു സ്ക്രാച്ച് സൈക്കിൾ എന്ന് പറയും, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇത് വരാതിരിക്കാനായിട്ട് സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു ദിവസത്തിൽ ഒരു 3-4 പ്രാവശ്യം നല്ല മോയ്സ്ചറൈസിങ് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിച്ച് സ്കിൻ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് വെക്കണം. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ നമുക്ക് ഓർത്തിരിക്കേണ്ടത് 3 minutes റൂൾ എന്ന് പറയും. നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് സ്കിന്ന് 3 minutesനകം ഒരു മോയ്സ്ചറൈസർ നമ്മുടെ ശരീരത്തിൽ മുഴുവനായിട്ട് പുരട്ടി നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക. ഇതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. പിന്നെ ഇതിങ്ങനെ പൊട്ടിയൊക്കെ വരുമ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കൽ സ്റ്റീറോയിഡ്സ് ക്രീം ഉണ്ട്, അല്ലാതെ വേറെ മെഡിസിൻസ് ഉണ്ട്. ചൊറിച്ചിൽ കുറയ്ക്കാനായിട്ടുള്ള മെഡിസിൻസ് കഴിക്കണം. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് പോസിബിൾ ആണ്. അത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പിന്നെയും അത് ഇൻഫ്ലമേഷൻ കൂടി അത് എക്സ്റ്റെൻസീവായിട്ട് ഫുൾ ബോഡിയിൽ അത് പകരാൻ ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കുവാൻ തന്നെ അതിനുവേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം.